നമ്മളെല്ലാവരും ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, നമ്മുടെ ഉസ്താദ് എം മുഹമ്മദ് മദനി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇഹലോകവാസം വെടിഞ്ഞത്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായും കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ KJUയുടെ ദീർഘകാലത്തെ നേതാവായും കേരള ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാനായും ഒക്കെ വലിയ സേവനങ്ങൾ അർപ്പിച്ച മഹാപണ്ഡിതൻ, മദീനത്തുൽ ഉലൂം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുന്നതിന്റെ അതിൻ്റെ മതപരവും ധാർമ്മികവും ഭൗതികവുമായ എല്ലാ പുരോഗതിയുടെയും പിന്നിൽ എം മുഹമ്മദ് മദനി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം 10 വർഷക്കാലം പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ച ഈ സ്ഥാപനം അദ്ദേഹത്തോട് ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും ഒക്കെ തീർത്താൽ തീരാത്ത വലിയ കടപ്പാടാണുള്ളത്. മദീനത്തുൽ ഉലൂമിൽ പഠിച്ച് പുറത്തിറങ്ങുന്നവർ പൊതുവെ മദനിമാർ എന്നാണ് അറിയപ്പെടുന്നത് എങ്കിൽ പോലും മദനി എന്ന് മാത്രം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന നാമം ബഹുമാന്യനായ പണ്ഡിതൻ മുഹമ്മദ് മദനിയുടെ പേരാണ്. നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന ഈ പള്ളി അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ തലയുയർത്തി നിൽക്കുന്ന വിജ്ഞാന ഗോപുരമായ നമ്മുടെ ലൈബ്രറി അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. നമ്മുടെ സ്ഥാപനത്തിലെ ന്യൂ അക്കാഡമിക് ബ്ലോക്ക് എന്ന് പറയുന്ന വലിയ ബിൽഡിംഗ് അദ്ദേഹം പ്രിൻസിപ്പളായി ചാർജ് എടുത്ത ഉടനെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ദീർഘകാലത്ത് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാക്കി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ വാട്ടർ ടാങ്കും അതിനുവേണ്ടി നമ്മൾ പെരിയമ്പലത്തെടുത്ത സ്ഥലവും പറവൂരിലെടുത്ത സ്ഥലവും ഒക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ്. ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന് ചെയ്തു വെച്ചുകൊണ്ടാണ് മഹാനായ മദനി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസവും ക്ഷമയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ ആളുകൾ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ ഒരുപാട് സന്ദേശങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് അവർ യാത്ര പോകുന്നത് എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അള്ളാഹുവിന്റെ പേരിൽ അവർ ഏറ്റെടുക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ, അതിന് മറ്റൊന്നും ഭയപ്പെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കടന്നുപോയ മഹാന്മാരായ ഒരുപാട് വിശ്വാസികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ വചനം അതാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അള്ളാഹുവിന് കൊടുത്ത കരാറ്, അള്ളാഹുവിനോട് ഏർപ്പെട്ട അവരുടെ വാഗ്ദാനം അത് പൂർത്തീകരിക്കുന്നവരാണ്. അത് സത്യസന്ധമായി പാലിക്കുന്നവരാണ്. ഫമിൻഹും മൻ ഖളാന വഹബഹു. അവരിൽ ചില ആളുകൾ അവരുടെ അവധി എത്തുമ്പോൾ അവർ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകും. വമിൻഹും മൻ യൻതളിർ. കുറച്ച് ആളുകൾ വീണ്ടും ഇവിടെ അവരുടെ അവധി വരെ വീണ്ടും ഇവിടെ കാത്തിരിക്കുന്നവരാണ്. വമാ ബദ്ദലു തബ്ദീല. അവർ പറഞ്ഞ വാക്കിൽ അവരൊരു മാറ്റവും വരുത്തുന്നവരല്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്റെ ജീവിതം 79 വയസ്സ് വരെ 80 വയസ്സ് വരെ പൂർണ്ണമായി ഒഴിഞ്ഞു വെച്ച മഹാനായ ഒരു പണ്ഡിതനിൽ നിന്ന്, മഹാനായ ഒരു ഉസ്താദിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പിന്മുറക്കാരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹം അമരത്വം വഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹുവിന് വേണ്ടി നമ്മളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദുനിയാവും പരലോകവും അള്ളാഹു ഏറ്റെടുക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മദനി. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരസ്ഥമാക്കിക്കൊണ്ട് തനിക്കുള്ളത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരു വ്യക്തിത്വം. അവർക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന അംഗീകാരം, അവർക്ക് ലഭിക്കുന്ന സ്നേഹം, അവർക്ക് ലഭിക്കുന്ന ബഹുമാനം. അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തവരാണ് നമ്മൾ. അദ്ദേഹത്തിന് അവസാനമായി യാത്ര അയക്കാൻ വേണ്ടി കൊടിയത്തൂരിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മളിൽ പലരും. അവിടെ ഓടിയെത്തിയ, വെള്ളിയാഴ്ച ദിവസം ഓടിയെത്തിയ ആ ഒരു ജനസാഗരം, ആയിരക്കണക്കിന് മനുഷ്യർ, അവർ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഏതെങ്കിലും നിലക്ക് ബന്ധമുള്ളവരാണ്. ഇത്ര വലിയൊരു ആദരവ്, ഇത്ര വലിയൊരു ബഹുമാനം ഏതെങ്കിലും ഒരു പണ്ഡിതന്, ഏതെങ്കിലും ഒരു നേതാവിന് അടുത്ത കാലത്തൊന്നും ലഭിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് അള്ളാഹു ചില ആളുകൾക്ക് പ്രത്യേകമായി നൽകുന്ന വലിയ ആദരവാണ്. അള്ളാഹു വിശ്വസിക്കുകയും മതപരമായ അറിവ് നേടുകയും ചെയ്യുന്ന ആളുകളെ
പല പദവികൾ നൽകിക്കൊണ്ട് അവരെ ഉയർത്തുമെന്നും ബഹുമാനിക്കുമെന്നും ആദരിക്കുമെന്നും സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിൽ പ്രതിഫലിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ബഹുമാന്യനായ മുഹമ്മദ് മദനി സാഹിബിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്ര വേറെ നിലക്കുള്ള യാതൊരു ജാടയുമില്ലാതെ ഒരു നിലക്കുമുള്ള മറ്റു നിലക്കുള്ള അഹങ്കാരമോ വ്യക്തിപരമായ എന്തെങ്കിലും ദോഷങ്ങളോ ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് വിനയാന്യതനായി ജീവിച്ച മനുഷ്യൻ. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിനയാന്യതരായി ജീവിക്കുകയാണെങ്കിൽ, ഞാനാണ് വലുത്, ഞാൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു, എന്നെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള നമ്മുടെ അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും ഒക്കെ അപ്പുറത്ത് എല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ വിനയം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കേണ്ടതാണ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ, താഴ്മയോടെ ജീവിച്ചാൽ, റഫഅഹുല്ലാഹ്, അള്ളാഹു അവർക്ക് ഉയർച്ച നൽകും, അവർക്ക് ഉന്നതമായ പദവികൾ നൽകും എന്ന് മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സ്വന്തം ശിഷ്യന്മാരെ, സ്വന്തം സഹപ്രവർത്തകരെ, സ്വന്തം മക്കളെ പോലെ, കുടുംബത്തെ പോലെ സ്നേഹിച്ച ഒരു പിതാവാണ് ബഹുമാന്യനായ മുഹമ്മദ് മദനി സാഹിബ്. അദ്ദേഹത്തിന് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടാകുന്നത് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അത്രമാത്രം പിതൃവാത്സല്യത്തോടു കൂടിയാണ് ഇവിടെ അദ്ദേഹം 10 വർഷം പ്രിൻസിപ്പളായി ഉണ്ടായിരുന്ന കാലത്ത് ഇവിടുത്തെ ഓരോ ശിഷ്യന്മാരെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അദ്ദേഹം പരിഗണിച്ചത്. അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അവർക്ക് പരീക്ഷയിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ, അവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന സ്ഖലിതങ്ങളിൽ അദ്ദേഹം നൊമ്പരപ്പെടുമായിരുന്നു, അദ്ദേഹം കരയുമായിരുന്നു, അദ്ദേഹം വേദനിക്കുമായിരുന്നു. ഇങ്ങനെ സ്വന്തം മക്കളെ പോലെ ശിഷ്യന്മാരെ കണ്ട് തന്റെ കുട്ടികളെ, വിദ്യാർത്ഥികളെ പരിഗണിച്ച് അവർക്ക് വാരിക്കോരി സ്നേഹവും വാത്സല്യവും നൽകി കടന്നുപോയ ആ വലിയ ഗുരുനാഥൻ നമ്മളെപ്പോലെയുള്ള അധ്യാപകർക്ക് വലിയ മാതൃകയാണ് പറഞ്ഞു തരുന്നത്. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അത് ആ മക്കൾക്ക് ജീവിതം കൊടുക്കുവാൻ, അവർക്ക് സ്നേഹം കൊടുക്കുവാൻ, അവരുടെ മുന്നിൽ മാതൃകയായി നിവർന്നു നിൽക്കുവാൻ കഴിയുന്ന തലത്തിലേക്ക് അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനോട് നമുക്ക് എന്തെങ്കിലും ഒരു ബാധ്യത നിർവഹിക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സേവനത്തിൽ, നമ്മുടെ ഡ്യൂട്ടിയിൽ, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ അത് നിർവഹിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഒരു വലിയ പണക്കാരനെ പോലെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. സാമ്പത്തികമായ വലിയ ശേഷിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അവസാന കാലം വരെ അദ്ദേഹം സ്വന്തമായി പൊതുവാഹനത്തിൽ, ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുക്കുമൂലകളിൽ അദ്ദേഹം തൗഹീദി പ്രഭാഷണവുമായി കടന്നുപോയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ സേവനം നിർവഹിച്ചത്. പക്ഷേ അദ്ദേഹം ശിഷ്യന്മാർക്ക് നൽകുന്ന സഹായങ്ങൾ നമ്മൾ കണ്ടാൽ ഒരു വലിയ പണക്കാരനാണ്, വലിയ ധനാഢ്യനാണെന്ന് നമ്മൾ തോന്നിപ്പോകും. അത്രയധികം സ്വന്തം ശിഷ്യന്മാരെ കൈയഴിഞ്ഞ് സഹായിച്ച മദനി സാഹിബ്, നമുക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. വയോസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ പോലും, അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾക്ക്, മറ്റുള്ളവന്റെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകുക, മുൻഗണന കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശീലം, അത് ഖുർആനിൽ നിന്ന് അദ്ദേഹം പഠിച്ച ശീലമാണ്. വമൻ യൂക ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ സ്വന്തം മനസ്സിനെ പിശുക്കിൽ നിന്ന്, ലുബ്ധതയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുന്നത്, അവരാണ് വിജയികൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, വിജയികളുടെ കൂട്ടത്തിൽ നമ്മുടെ ബഹുമാന്യനായ ഉസ്താദ് മുഹമ്മദ് മദനി, അദ്ദേഹത്തെ അള്ളാഹു പരിഗണിക്കട്ടെ എന്നാണ് നമുക്ക് ഈ സമയത്ത് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് ഉപകാരം സ്വീകരിക്കാത്ത, പ്രയോജനം സ്വീകരിക്കാത്ത ഒരാളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ല. അത് നമ്മൾ മദീനത്തുൽ ഉലൂമിൽ വെച്ച് മാത്രം പറയുന്ന കാര്യമല്ല. അദ്ദേഹത്തിന്റെ ഗ്രാമമായ നാട്ടിൻപുറത്ത് കൊടിയത്തൂരിലെ ഓരോ ആളുകൾക്കും പറയാനുള്ളത് അതാണ്. അദ്ദേഹവുമായി ഇടപഴകി ജീവിച്ച കോഴിക്കോട് വലിയങ്ങാടിയിലെ ഖലീഫ മസ്ജിദിലെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുജാഹിദ് സെന്ററിലെ ജീവനക്കാർക്ക് ഒക്കെ പറയാനുള്ള ഇതാണ്. മഹാനായ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ആരാണോ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നത് അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ച നമ്മുടെ മഹാനായ ഉസ്താദ് മുഹമ്മദ് മദനി സാഹിബിന്റെ മഗ്ഫിറത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പരലോക മോചനത്തിന് വേണ്ടി, നാളെ സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ശീലങ്ങളും പാഠങ്ങളും, അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രയോഗവൽക്കരിക്കാനും നടപ്പിലാക്കാനും കൊണ്ടുവരാനുമുള്ള ഒരു പ്രതിജ്ഞ, ഒരു തീരുമാനം, അതിനാവശ്യമായ നീക്കങ്ങളും നടപടികളുമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.